തൊഴിൽ അന്വേഷിച്ച് വരുന്നവർക്ക് പുതിയൊരു ജോബ് സീക്കർ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജൂൺ 2 സൺഡേ. ഈ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സമയം നമ്മൾ ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1000 ദിർഹംസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നൽകണം. ഒന്നെങ്കിൽ ഇവിടെ എത്തി നമ്മൾ ജോബൊക്കെ റെഡി ആയതിനു ശേഷം നമുക്ക് ആ അക്കൗണ്ടിൽ ആ ക്യാഷ് തിരിച്ചു കിട്ടും, ഈ 1000 ദിർഹംസ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും സെറ്റ് ആകാതെ, ജോലിയൊന്നും റെഡി ആകാതെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി പോയതിനു ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വിസയ്ക്ക് 2 മാസത്തിന് 200 ദിർഹമും 3 മാസത്തിന് 300 ദിർഹമും അതുപോലെ തന്നെ 4 മാസത്തിന് 400 ദിർഹം മാത്രമാണ് ചാർജ് വരുന്നത്. GDRFയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനോട് കൂടെ തന്നെ ഏകദേശം 1,00,000 ദിർഹം, അതായത് 50,000 ദിർഹം വരെ ഫൈനായിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. എമോച്ചാറിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി അറിയിച്ചിട്ടുള്ളത്. തൊഴിലാളികൾക്ക്, അതായത് പുറമേ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള മിഡ് ബ്രേക്കിന്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഏകദേശം 12:30 മുതൽ 3:30 വരെ, ഏകദേശം 3 മണിക്കൂറെങ്കിലും തൊഴിലാളികൾക്ക് ഉച്ച വിശ്രമ സമയം നൽകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനോട് കൂടെ തന്നെ അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള തണുത്ത വെള്ളം, അതുപോലെ തന്നെ വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള തണലായിട്ടുള്ള സ്ഥലങ്ങൾ പോലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തൊഴിലുടമകൾ നൽകണമെന്നും നിർബന്ധമുണ്ട്. ഈ ഒരു നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് തൊഴിലുടമ ഇതിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടൈമും നൽകിയിട്ടില്ലെങ്കിൽ ഏകദേശം 5000 ദിർഹം തൊട്ടാണ് പിഴ തുടങ്ങുന്നത്. ഇത് ഏകദേശം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ 50,000 ദിർഹം വരെ പിഴയായിട്ട് ചുമത്തുമെന്നാണ് എമോച്ചാറി സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി അറിയിച്ചിട്ടുള്ളത്. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺഡ്.